വേടന്റെ ആ ഒരു വിവാദങ്ങളെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ അതില് ആസ് എൻ ആർട്ടിസ്റ്റ് ഷാഫിക്കൊക്കെ എന്താ പറയാനുള്ളത് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത്? എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇവിടെ ഒന്നാമത് അദ്ദേഹത്തെ ഈ 5 ഗ്രാമെങ്ങാനും കഞ്ചാവിന്റെ പേരിൽ പിടിച്ചു എന്ന് പറഞ്ഞു. ആ കേസ് പിന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ജാമ്യമൊക്കെ കിട്ടി അദ്ദേഹത്തിന്. പക്ഷെ ആ സമയത്തുണ്ടായ കോലാഹലങ്ങൾക്കിടയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം ചെയ്ത് തെറ്റാണ്, സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പേഴ്സണൽ കാര്യമായാൽ പോലും അയാളൊരു പ്രതിനിധിയാണല്ലോ പാട്ടിൻ്റെ. എന്നാൽ തിരുത്താൻ മനസ്സുള്ള മനുഷ്യനാണ്, തിരുത്തി വരും. പിറ്റേന്ന് ഞാൻ പോസ്റ്റ് ഇട്ടതിൻ്റെ പിറ്റേന്ന് അദ്ദേഹം ആ പോസ്റ്റും കണ്ടിട്ടുണ്ടാവില്ല, ആരുടെ ബഹളവും കേട്ടിട്ടില്ല. പക്ഷേ സ്വയം മനസ്സുകൊണ്ട് ചിന്തിച്ച് ക്യാമറയ്ക്ക് മുമ്പിൽ അദ്ദേഹം എന്താ പറഞ്ഞ ചാനലിൻ്റെ മുന്നിൽ, മക്കളെ, എൻ്റെ അനിയന്മാരായിട്ടുള്ള ആളുകളെ, എന്നെ സഹോദരങ്ങളായിട്ട് സ്നേഹിക്കുന്ന ആളുകളെ, നിങ്ങളാരും എൻ്റെ ഈ ബാഡ് ഈ ദുശീലങ്ങളൊന്നും പിന്നെ ബാഡ് ഹാബിറ്റ്സ് ഒന്നും നിങ്ങൾ അനുകരിക്കരുത്. അത് നല്ലൊരു തിരിച്ചറിവാണ്. അവൻ ചെറുതാണ്. അദ്ദേഹം എന്ന് ഞാൻ പറയുന്ന ബഹുമാനത്തോടു കൂടിയാണ്. അവൻ എൻ്റെ ഒക്കെ പ്രായത്തിന് എത്രയോ ചെറിയ പയ്യനാണ്. അവൻ വളർന്നു വരട്ടെ, ഒന്നാമത്തെ കാര്യം. ഇനി അതിനകത്ത് തന്നെ എനിക്ക് ക്രോസ് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്. ജനത്തിനോട് തന്നെ ചോദിക്കുക. ഞാനും നിങ്ങളും വളരെ ഭവ്യതയോടുകൂടി പിന്നെ തൊഴുതുകൊണ്ട് ഓർക്കുന്ന മൺമറഞ്ഞു പോയതും നിലവിൽ നിൽക്കുന്നതുമായ കവികളും നടന്മാരും കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും എന്തെല്ലാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് അവരത് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ കലാസൃഷ്ടികൾ നമ്മൾ വേണ്ടാന്ന് വെച്ചോ, അവരുടെ നന്മകൾ പറയാതിരുന്നോ, അവരെ വെറുത്തോ, കൊടുത്ത അവാർഡ് തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ടോ? ഇപ്പോഴും അവാർഡ് കൊടുക്കൂല എന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ആകാശത്തോളം വാഴ്ത്തുന്ന പലരും, മരിച്ചുപോയ പലരും മരിക്കാൻ കാരണം തന്നെ ലഹരിയാണ്. ലഹരി കഞ്ചാവ് മാത്രമൊന്നുമല്ലല്ലോ, ലഹരി ഇവിടെ മദ്യവും ഒക്കെ ലഹരി തന്നെയാണ്. അതിനേക്കാളും മുന്തിയതൊക്കെ അടിച്ചിട്ട് മരിച്ചുപോയ മഹത്തായ കലാകാരന്മാർ, അവരാരെയും ഈ വേടനെതിരെ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് ആരും പിന്നെ ഇങ്ങനെ ഹരാസ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു ഇതെന്താന്ന് മനസ്സിലാവണമല്ലോ, ഈ ഇരട്ടത്താപ്പ്. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ അദ്ദേഹം തെറ്റ് ചെയ്തു, അദ്ദേഹം തിരുത്താന്ന് പറഞ്ഞ് ജീവിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പാട്ടിലെ അദ്ദേഹം വിപ്ലവകരമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള സ്പേസിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളെ ചിലരെ ചൂടിപ്പിക്കുന്നു എന്നുള്ള അതുണ്ടല്ലോ. അദ്ദേഹം അനുഭവിച്ച പിന്നെ ഈ പറഞ്ഞ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ, പച്ചയായ നേർക്കാഴ്ചകളാണ് അദ്ദേഹം പാട്ടായിട്ട് എഴുതുന്നത്. ഇവിടെ ആരൊക്കെ എഴുതി? വയലാർ എഴുതിയില്ലേ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഇവിടെ ആരെങ്കിലും മതങ്ങൾ മനുഷ്യനുണ്ടാക്കിയല്ല ദൈവം ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന ഞാനടക്കമുള്ള വിശ്വാസികളായ ആരെങ്കിലും വയലാറിനെ കൊല്ലണം എന്ന് പറഞ്ഞ് നടന്നോ? അല്ലെങ്കിൽ വയലാറിനെ പിന്നെ നമ്മൾ പിന്നെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ് നടന്നോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണത്. വേടൻ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ വേദനകളും അദ്ദേഹം അനുഭവിച്ച ജീവിതാനുഭവങ്ങളും പിന്നെ അനുഭവമുള്ള ആളുകളുടെ വേദനയും കൂടിയാണ്. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാണ് അദ്ദേഹം. അദ്ദേഹം തുടരട്ടെ എന്ന് ഞാൻ പറയുന്നത്. അതിന് ആർക്കും ഇത്ര പിണക്കവും ചൂടിയൊക്കെ വേണ്ട ആവശ്യം? അയാളൊരു കലാകാരനാണ്, അയാളൊരു മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എന്തെല്ലാം നാടകങ്ങളുണ്ടായി. ചിലതിന് മാത്രം കോലാഹലം ഉണ്ടായി എന്നല്ലാതെ നാടകം എന്ന് പറയുന്ന മേഖല ഇല്ലാണ്ടായോ? അല്ലെ ഈ പറയുന്ന നാടക ആചാര്യന്മാരൊക്കെ ബഹിഷ്കരിക്കപ്പെട്ടോ? ഒന്നുമില്ല. വേടൻ അയാളുടെ ഈ പറഞ്ഞ നല്ല ചുട്ടുപൊള്ളുന്ന ബോധവൽക്കരിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയിക്കോട്ടെ. പിന്നെ ഇവിടെ അദ്ദേഹം പറയുന്ന പോലെ ജാതീയത ഇവിടെ ഇല്ല എന്ന് ചിലർ പറയുന്നുണ്ട്. ഞാനിപ്പോഴും പറയുന്നു, ഇവിടെ ഓരോരുത്തരും അവരവരുടെ പല മേഖലകളിലും ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് മാത്രം, നമ്മൾ കണ്ട നല്ല കാര്യങ്ങൾ കൊണ്ട് മാത്രം, ഇപ്പം കാണാപ്പുറങ്ങളെ കാണാത്ത കുറേ പേരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഒരു ട്രംപ് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പിന്നെ കാഴ്ചപ്പുറങ്ങളൊക്കെ ഭംഗിയാക്കി വെച്ചിരുന്നു. അയാൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ ബാക്ക് സൈഡ് വലിയൊരു മതിലെല്ലാം കെട്ടി കംപ്ലീറ്റ് കളർഫുള്ളാക്കി. അതിൻ്റെ ബാക്ക് സൈഡിൽ ചേരികളിൽ ജീവിക്കുന്ന ആളുടെ ജീവിതം ഇല്ല എന്നാണോ അതിൻ്റെ അർത്ഥം? ഇല്ല. നമ്മൾ കാണുന്ന കാഴ്ചപ്പുറങ്ങൾ മാത്രമല്ല, ജാതീയതയും വിഭാഗീയതയൊക്കെ എല്ലാ മതത്തിൻ്റെ മറവിലും അല്ലാത്തതിൻ്റെ മറവിലും ഒക്കെ ആയിട്ട് എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ പറയാൻ ആൾക്കാർക്ക് പേടിച്ചിട്ടാണ്. അതിനെ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു, അത് പറയട്ടെ. ഇല്ല എന്നൊക്കെ നമ്മൾ വെറുതെ പറയാണ്. പല സ്ഥലങ്ങളിലും നോക്കിയാൽ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. അതും വേടൻ ശക്തമായി തുടരട്ടെ. അയാളെ അംഗീകരിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടുണ്ട്. അത് വെറും ചീള് പിള്ളേരാണ്, കുട്ടികളാണ്, തിരിയാത്തവരാന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഓഡിയൻസിൻ്റെ ഇടയിൽ
നിങ്ങൾ വീഡിയോസിൽ കാണുന്നത് വെറും പയ്യന്മാർ മാത്രമാണോ? അല്ല. പിന്നെ ഈ പറയുന്ന വാക്കുകളിൽ റാപ്പ് സ്റ്റൈലിൽ പറഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകൾ കഴമ്പില്ല എന്നൊക്കെ ചിലർ പറയുന്നത്, എന്തോ പാടുക എന്നൊക്കെ. ആര് പറഞ്ഞു? ആ വരികൾക്കൊക്കെ നല്ല മൂർച്ചയുണ്ട്. അതിനുള്ളിലേക്ക് കടന്നു ചെല്ലാനുള്ള ചിന്താശേഷി ഉള്ളവർക്ക് അത് മനസ്സിലാവും.